എന്ത് പറഞ്ഞു പ്രൊഡ്യൂസർ കഥ കേട്ടിട്ട്? സ്ഥിരം സാധനമൊക്കെ തന്നെ. 2-3 സോങ്ങും 3-4 ഫൈറ്റും കുത്തിക്കയറ്റാൻ പറഞ്ഞു. ആ ജോയൽ അവിടെ സെന്റ് അടിച്ചിരിക്കണ്ടല്ല. പ്രൊപ്പോസ് ചെയ്തപ്പോ കൊച്ചു പറയാ ഇൻട്രോവേർട്ടിനെ താല്പര്യമില്ലാതെ. അതിനെങ്ങനെയാ ഈ ചെക്കൻ അവളോട് മര്യാദക്ക് സംസാരിച്ചിട്ട് പോലുമില്ല. ഇവനാണെങ്കിൽ ഫുൾ ടൈം ഈ ഏലിയൻസ് UFO മനുഷ്യന് മനസ്സിലാവാത്ത. പോയേടാ. അല്ല അവനെവിടെ? ജോയലേ, എടാ മോനെ, എന്താണ്? എടാ നീ വിഷമിക്കണ്ടടാ. നിന്റെ പ്രശ്നങ്ങൾ മൊത്തം തീർക്കാനേ നമുക്ക് 2 അടിക്കാടാ. സ്ഥിരം പരിപാടി. ഹേ, ലൈറ്റർ ഉണ്ടോ? ഇല്ല. Never mind. Thanks for the fire. സാർ, പോൾ ബാർബർ സാർ, സാർ പറഞ്ഞത് കറക്റ്റാണ്. ഏലിയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവരെ കാണാൻ പറ്റൂ. ഐ ബിലീവ്. എടാ പോടാ, വെറുതെ സമയം കളയാനായിട്ട്. 24 വർഷമായി ഞാൻ എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഏലിയൻസും ഇല്ല, ഒരു ആട്ടുംകാട്ടും ഇല്ല. തളരരുത്. ഈ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് ഭ്രാന്താന്ന് ഈ നാട്ടുകാർ പറയുന്നത്. അപ്പൊ ഈ ഏലിയൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നിന്റെ അവസ്ഥ എന്തായിരിക്കും? അൾട്ടിമേറ്റ് മൂഞ്ചൽ. 24 വർഷമായി ഞാൻ എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്താടാ? ഇതാരാടാ? നിന്റെ ഫ്രണ്ടാണോ? ആര്? എടാ ഇവള്. അവിടെ ആരുമില്ലല്ലോ. എടാ ഇരിക്കുന്ന പെണ്ണിനെ നിങ്ങൾക്ക് കാണാമല്ലേ? ഏത് പെണ്ണ്? അവിടെ ഒരു തേങ്ങയില്ല. നിനക്കെന്താ പ്രാന്തായ? തോംസ ചുമ്മാരി. ജോയൽ നീ കിടന്നേ. ഞങ്ങളെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഞങ്ങളെ കാണാൻ പറ്റൂ. വേണം. ശരിക്കും നീ ആരാ? അമേലി. എലിയോ? എന്റെ പോർട്ടൽ വർക്കാവുന്നില്ല. കോപ്പ്. എനിക്ക് എന്റെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ എന്റെ പോർട്ടൽ വർക്കാവണം. ഞാനാണേ അപ്പനും അമ്മയും ഉറങ്ങിക്കിടന്നപ്പോ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വന്നതാ. ഏത് പ്ലാനറ്റ്? അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് മൈ ഹോം. അതേത് പ്ലാനറ്റ്? നിങ്ങൾക്ക് അതൊന്നും അറിയില്ല. ഇവിടുന്ന് കുറെ ലൈറ്റ് ഇയേഴ്സ് ട്രാവൽ ചെയ്യാനുണ്ട്. ഒരു 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ്. ആൻഡ്രോമേഡ ഗാലക്സി? യെസ്. അല്ല, അപ്പൊ നീ അങ്ങനെ തിരിച്ചു പോകും? അതിന് അപ്പനും അമ്മ എഴുന്നേറ്റ് കഴിയുമ്പോ അവര് പോർട്ടൽ റീസ്റ്റാർട്ട് ചെയ്ത് എന്നെ തിരിച്ചു വിളിക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഒരു പ്രോബ്ലം ഉണ്ട്.
ഇവിടുത്തെ അവിടുത്തെ ടൈം ഡിഫറൻസ്. അതായത് എൻ്റെ പ്ലാനറ്റിൽ ഒരു രാത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ നിസ്സാരം 7 ദിവസമാണ്. അടിപൊളി ടൈം ഡയലേഷൻ. ആ. അപ്പൊ നിനക്കിനി 7 ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്കിവിടെ പോകുന്നില്ല, ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാ ഒരു ഏലിയന്റെ കൂടെ വെള്ളം അടിക്കാൻ പോകുന്നത്. ആ ഞാനും. പക്ഷെ എന്റെ സങ്കടം അതല്ല, തന്നെ ആർക്കും കാണാൻ മേലല്ലോ. എനിക്ക് അതാ ഒരു സമാധാനം. അത് ശരി. ഇവിടെ താമസിക്കുന്ന രണ്ടുപേരില്ലേ, അവർ തമ്മിൽ ലവ് ആണോ? നിനക്കൊരു കാര്യം അറിയോ, അവര് തമ്മിൽ സെറ്റാകാൻ തന്നെ കാരണം ഞാനാ. കോളേജ് വെച്ച് എന്നെ ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരുമോ? സമാധാനമാണ് കേട്ടോ എല്ലായിടത്തും മെയിൻ. തനിക്ക് എങ്ങനെയാ ഔട്ടർ സ്പേസിലൊക്കെ ഇൻട്രസ്റ്റ് വന്നേ? സിമ്പിൾ, ഇവിടെ ഉള്ളവരൊക്കെ ബോറന്മാരാ. പക്ഷേ ഇവിടെയുള്ള സ്ഥലങ്ങൾ അതത്ര ബോറല്ല. നിങ്ങളുടെ ഭൂമിയില് എത്ര ദൈവങ്ങളുണ്ട്? ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. അതാരാ? സ്നേഹം, ഏ ലവ്. ഡാ ജോയലെ, ജോയലെ ആ ഫോൺ അമ്മയാ. നിന്നോട് ആരാ ഫോൺ എടുക്കാൻ പറഞ്ഞേ? അമ്മയാന്ന് കണ്ടപ്പെടുത്തയാ. എനിക്ക് അവരോടൊന്നും സംസാരിക്കാനില്ല. എന്താ പറ്റിയ? വൈ വർ യു ഷൗട്ടിംഗ്? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, കുറച്ച് സമാധാനം തരുമോ? ദേ ജോയലെ, എനിക്കിവിടെ സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അപ്പൊ നീയും കൂടി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്തിനാ അമ്മയുടെ കോൾ കട്ട് ചെയ്ത്? അത് കുറച്ച് സെന്റി ഫ്ലാഷ് ബാക്ക്. അതെന്താ, ഞങ്ങൾക്ക് സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാന്നാണോ? ടോക്ക് ടു മീ ജോയൽ. എൻ്റെ അപ്പനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമായിരുന്നു. കണ്ട അടുത്ത ആളുള്ള പോലെ തോന്നുന്നു, പക്ഷെ ആരുമില്ല. എല്ലാരും പറഞ്ഞ അപ്പനെ ഭ്രാന്താണെന്ന്. അമ്മ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ഒരു ദിവസം ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പൻ ആരോടായി സംസാരിക്കണം? അപ്പം പറയോ, ആകാശത്തുനിന്ന് അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. എനിക്ക് ചിരിയാ വന്നു, പക്ഷെ അമ്മ അപ്പനെ കുറെ കളിയാക്കി. പിറ്റേന്ന് ഞാനും അമ്മയും കണ്ടത് അപ്പൻ. എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. കോളേജ് നാട്ടിൽ പഠിക്കണമെന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. ഞാനൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും അമ്മ വേറെ കല്യാണം കഴിച്ചു. പിന്നീട് എനിക്ക് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്കാരോടും സംസാരിക്കാനും ഇല്ലാതായി. എനിക്കറിയാം അമ്മയുടെ തെറ്റല്ല, എൻ്റെ. പക്ഷെ എനിക്ക് അവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ അപ്പനെ ഓർമ്മ വരും. അന്ന് ഞാനെങ്കിലും അപ്പം പറഞ്ഞ് വിശ്വസിച്ചിരുന്നെങ്കിൽ അന്ന് അങ്ങനെ അപ്പം ചെയ്യില്ല. ജോയലെ, ഭയങ്കര സങ്കടം വരുമ്പോ ഇങ്ങനെ കേട്ടിരിക്കാൻ ആൾക്കാരുണ്ടാവുന്നത് ഒരു റിലീഫാണ്. നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും. ജോയൽ എനിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തില്ലേ? ഒരു കാര്യം കൂടി ചെയ്യൂ.
തിരിച്ചു വിളിക്കേ പ്ലീസ്. അതെ, ഭയങ്കര ഇഷ്ടമുള്ളവർ തമ്മിൽ പിരിയുമ്പോ സാധാരണ ഭൂമിയിൽ മനുഷ്യന്മാരൊക്കെ എന്താ ചെയ്യാ? നമ്മുടെ തോംസനും അന്നെ ഇല്ലേ? അന്ന ഓഫീസിൽ പോകുന്ന നേരം തോംസൺ ഡോറിൽ അവിടെ വന്ന് യാത്ര അയക്കുന്നുണ്ട്. ഹായ്, ഓർമ്മയുണ്ടോ? തോംസന്റെ ഫ്ലാറ്റിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ലൈറ്റർ വെച്ച് ഓർമ്മയുണ്ടോ? മനസ്സിലായി. ഓ ഭാഗ്യമില്ല, ഞാൻ ചമ്മേനെ. എന്തായി ഹൃദയമിതിൽ ഞാൻ ചോരനായി കടന്നു.